സംഭവം നടന്നത് കഴിഞ്ഞ 28-ാം തീയതി. കരിങ്കുറ്റിച്ചിറയിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ നീന്താനിറങ്ങി. കൂട്ടത്തിലുണ്ടായിരുന്ന ശ്യാംജിത്ത് എന്ന വിദ്യാർത്ഥി ചെളിയിൽ ആണ്ടുപോയി. കൂട്ടുകാർ നിലവിളിച്ച് അടുത്തുള്ള കോളനിയിലേക്ക് ഓടിയെത്തി. ഈ സമയത്ത് അവിടെയുണ്ടായിരുന്നത് 13-കാരൻ ശ്രീജിത്ത് മാത്രം. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ചിറയിൽ ചാടി മുക്കാഭാഗം ചെളിയിൽ താണുപോയിരുന്ന ശ്യാംജിത്തിനെ ശ്രീജിത്ത് എങ്ങനെയൊക്കെയോ വലിച്ച് കരയിൽ കയറ്റി. അപ്പോഴേക്കും ഓടിയെത്തിയ നാട്ടുകാർ ശ്യാംജിത്തിനെ ആശുപത്രിയിലെത്തിച്ചു. രക്ഷാപ്രവർത്തനത്തിന്റെ വിവരം പുറത്തറിഞ്ഞതോടെ ശ്രീജിത്ത് നാടിന്റെ ആകെ ഹീറോ ആയി. ചേട്ടൻ എങ്ങനെ കിടന്നിരുന്ന? കയ്യോ കാലോ എന്താ കണ്ടിരുന്ന? കാല് മാത്രം കാണാൻ. എന്നിട്ട് മോൻ എന്താ ചെയ്തേ? ബാബു സിനി ദമ്പതികളുടെ മകനാണ് ശ്രീജിത്ത്. ഇതേ ചിറയിൽ നിന്നാണ് ശ്രീജിത്തും കോളനിയിലെ മറ്റു കുട്ടികളും നീന്തൽ പഠിച്ചത്. അതും രക്ഷാപ്രവർത്തനത്തിന് തുണയായി. മാതൃഭൂമി ന്യൂസ്, വയനാട്. കമലൊപ്പമുണ്ട്. ഗുഡ് മോർണിംഗ് കമൽ. നിസ്സാരക്കാരനല്ല, കാരണം അസാമാന്യ ധൈര്യവും അതുപോലെ തന്നെ അല്പമൊക്കെ ആരോഗ്യവും വേണം. അങ്ങനെ അപകടത്തിൽപ്പെട്ട ഒരാളെ രക്ഷപ്പെടുത്തി എടുക്കാൻ അവൻ മാസല്ല മരണമാസാണ്. അതെ മോത്തി, പെട്ടെന്ന് ഇത്തരം ഒരു അപകടമുണ്ടായി. അടുത്തുള്ള കോളനിയിലേക്ക് ആ കൂടെ ഉണ്ടായിരുന്നവർ കരഞ്ഞ് ഓടി വരികയാണ്. അപ്പോൾ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ഈ 13 വയസ്സുള്ള ശ്രീജിത്ത് മാത്രമാണ് കോളനിയിൽ ഉണ്ടായിരുന്നത് പകൽ സമയത്ത്. വേറെ ആലോചിച്ചില്ല, ഓടിച്ചെന്ന ചിറയിൽ ചാടി ഈ വിദ്യാർത്ഥി ശ്യാംജിത്ത് മുങ്ങി താഴുകയായിരുന്നു. അതായത് ചെളി ഉണ്ടായിരുന്നു ചിറയിൽ, അതിലേക്ക് ആണ്ടുപോയിരുന്നു. അതും 16-17 വയസ്സുള്ള ആളാണ്, കുട്ടിയാണ് ഈ മുങ്ങി താഴുന്നത്. ഈ ശ്രീജിത്ത് അതിലും വളരെ ചെറിയൊരു കുട്ടിയാണ്, 13 വയസ്സേ പ്രായമുള്ളൂ. ശ്രീജിത്ത് ഒറ്റയ്ക്ക് ഇയാളെ വലിച്ച് കയറ്റുകയായിരുന്നു. ചെളിയിൽ നിന്ന് കയറ്റി എങ്ങനെയൊക്കെയോ കരയ്ക്ക് എത്തിച്ചു. അപ്പോഴേക്കും ഈ കൂട്ടുകാരൊക്കെ ഒച്ചവെച്ച നാട്ടുകാരൊക്കെ വന്നിരുന്നു. അവർ ആശുപത്രിയിൽ എത്തിച്ചു. അപകടമൊന്നുമില്ലാതെ ആ വിദ്യാർത്ഥിയെ എത്തിച്ചു. പക്ഷേ ഈ ശ്രീജിത്തിന്റെ ഒരു ധൈര്യം തന്നെയാണ് അപ്പോൾ തുണയായത്. കാരണം പരിസരത്തൊന്നും ആ സമയത്ത് ഇടപെടാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല. എന്തായാലും ശ്രീജിത്തിനെ എല്ലാവരും അഭിനന്ദിക്കുകയാണ്. നാടിന്റെ ആ ഗ്രാമത്തിന്റെ മുഴുവൻ ഒരു ഹീറോ ആയി ശ്രീജിത്ത് മാറി. മോത്തി, അതാണ് കമൽ. ഒരുപാട് സന്തോഷം കമലെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഹാപ്പി ഹോളി.